ഹായ് എവരി വൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ അക്കൗണ്ട് വരയ്ക്കുന്നത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ എൻട്രിക്കകത്ത് എവിടെയെങ്കിലും ഗുഡ്സ് സെൻഡ് ഓൺ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അങ്ങോട്ടങ്ങ് മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എൻട്രിക്കകത്തുണ്ടല്ലോ, അതാ അടക്കുന്നത് കണ്ടോ. അപ്പോൾ അവനെന്ത് ചെയ്യുക, ക്രെഡിറ്റ് ഇരിക്കലെയോ. അപ്പോൾ ഈ കൺസൈൻ എന്ത് ചെയ്യണം, ഇവന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് സെല്ലിലേക്ക് കൊണ്ടുവരണം അല്ലേ. എത്ര രൂപ? 80,000 രൂപ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. കേട്ടല്ലോ, ഇവിടെ നമുക്ക് ഡേറ്റ് കോളൊന്നും വേണ്ട കേട്ടോ. ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ കൺസൈൻ നമുക്ക് ഡേറ്റ് ഇല്ല, ഇവിടെയും ഡേറ്റ് ഇല്ല. അപ്പോൾ ആ കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ ഡേറ്റ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്കൗണ്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് തന്നെ എത്ര രൂപ? 80,000 കാണിക്കുന്നു. ഓക്കെ അല്ലേ. ബ്രാക്കറ്റിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. രണ്ടാമത്തിനകത്തുണ്ടോ? ഇല്ല. മൂന്നാമത്തിനകത്ത് ഇല്ല. 4-ലില്ല, 5-ലില്ല, 6-ലുണ്ടോ? ഇല്ല. 7-നകത്തുണ്ടോ? ഇല്ല. 8-നകത്തുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആരാണത്? കൺസൈൻമെന്റ് ആണ്. അപ്പോൾ ഇവനെന്ത് ചെയ്യണം, അവന്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് സെല്ലിൽ കൊണ്ടുവരണം അല്ലേ. എത്ര രൂപ? 20,000. അപ്പോൾ നോക്കിയേ, ടു കൺസൈൻമെന്റ് എഴുതി. എത്ര രൂപ? 20,000. കണ്ടല്ലോ. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇനി വേറെ ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ആ 2 ഐറ്റമേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം അല്ലേ. അപ്പോൾ ബാലൻസ് ചെയ്ത് ഓക്കെ, ഇവിടെ 80,000 ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 20,000 ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് എത്ര വന്ന്? 60,000 അല്ലയോ. വലിയ എമൗണ്ട് എത്ര? 80 അല്ലേ. അപ്പോൾ 80 നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സൈഡ് ഒരുപോലെ കാണിക്കുക അല്ലേ. കുറവൊന്ന് ഏത് സൈഡാണ്? ഈ സൈഡാണ്. അപ്പോൾ ഡിഫറൻസ് എത്രയും? 60,000 വരും. 80,000 20,000 പോയാൽ ഈ സൈഡിലെ കുറവ് വരും. അപ്പോൾ നമ്മൾ ചെയ്യണം 60,000. ആ 60,000 നമ്മൾ നേരെ ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് എഴുതണം. ഓക്കെ അല്ലേ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ട്രേഡിംഗ് അക്കൗണ്ടോ ഇവിടെ മേപ്പോടെയാണ് കേട്ടോ. ഇത് നേരെ ഇവിടെ എഴുതണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിന്റെ എൻട്രി നിങ്ങൾ പറഞ്ഞു, എൻട്രി പറഞ്ഞു താണ്ടേ. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എത്ര രൂപ? 60,000 രൂപ. കേട്ടല്ലോ. ഇവിടെ എൻട്രി കമ്പൽസറി ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും എൻട്രീസ് ഒന്ന് എഴുതി പോവാണ്. നമ്മൾ ആ എൻട്രി വെച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻട്രീസ് നിങ്ങൾ നല്ലപോലെ കാണാൻ പഠിക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളുടെ അക്കൗണ്ട് ആരാണ്? കൺസൈനിങ് അക്കൗണ്ട് ആണ് അല്ലേ. കൺസൈനിങ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കൺസൈനിന്റെ പേര് ആരാ അടക്കുന്നത്? സ്വരൂപ് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യണം, തയ്യാറാക്കിയ എൻട്രീസ് എവിടെയൊക്കെ സ്വരൂപ് ഉണ്ടോ നോക്കണം. അവരെന്ത് ചെയ്യണം, ഇങ്ങോട്ടൊക്കെ മാറ്റണം. ഓക്കെ, നോക്കാം. ഇവിടെ സ്വരൂപ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടല്ലോ? ഉണ്ട്. അത് മൂന്നാമത്തെ എൻട്രിക്കകത്ത് സ്വരൂപ് വന്ന് അല്ലേ. അപ്പം പകിച്ച എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എൻട്രി വന്നേ കൺസൈൻമെന്റ് അക്കൗണ്ട് ടു സ്വരൂപ് അക്കൗണ്ട്. സ്വരൂപിനെ ക്രെഡിറ്റ് ചെയ്യില്ലയോ. അപ്പോൾ ഈ കൺസൈൻ ചെയ്യണം ഇവന്റെ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ നോക്കിയേ കണ്ടോ, താണ്ടേ ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എത്ര രൂപ? 1,300. ഓർഡർ വേണമെന്നില്ല, ഡിസോർഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബൈ കൺസൈൻമെന്റ് അക്കൗണ്ട് എത്ര രൂപ? 1,300 രൂപ അല്ലേ. 1,050 250 കൂട്ടുമ്പോഴാണെങ്കിൽ 1,300 കിട്ടാൻ മതി. മനസ്സിലായല്ലോ. ഓക്കെ, നാലാമത്തെ നോക്കിയ സ്വരൂപ് ഉണ്ട്. സ്വരൂപിന് എന്ത് ചെയ്യുകയാണ്? ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ബിൽസ് റെസിപ്റ്റ് അല്ലേ വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താണ്ടേ ബൈ ബിൽസ് റെസിപ്റ്റ് എത്ര രൂപ? 40,000 രൂപ. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത സ്വരൂപ് ഉണ്ടോ നോക്കിയേ. സെയിൽസിനകത്തുണ്ട് അല്ലേ. അപ്പോൾ സ്വരൂപിന് എന്ത് ചെയ്യുകയാണ്? ഡെബിറ്റ് ചെയ്യുകയാണ് അല്ലേ. എത്ര രൂപ? 65,600. അപ്പോൾ ഈ കൺസൈൻ കാണിക്കണം. അപ്പോൾ ഈ കൺസൈൻ ഇടണം ഇവന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം, ഡെബിറ്റ് സൈഡിലേക്ക് അല്ലേ. കണ്ടോ, കൺസൈൻമെന്റ് അക്കൗണ്ട് എത്ര രൂപ? 65,600. അപ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റ് വേണമെങ്കിൽ ചെയ്യാം സെയിൽസ് എന്ന് കാണിക്കാം. ഷോർട്ട് ചെയ്യാൻ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്വരൂപ് ഉണ്ടോ നോക്കിയേ. താടാക്കുന്ന സ്വരൂപ് കണ്ടോ, കമ്മീഷൻ്റെ അല്ലേ. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ടു സ്വരൂപ് അക്കൗണ്ട്. അപ്പോൾ സ്വരൂപിന്റെ അക്കൗണ്ട് ചെയ്യണം ഈ കൺസൈൻമെന്റ് ക്രെഡിറ്റ് സൈഡ് കൊണ്ടണം. എത്ര രൂപ? 3,250. കണ്ടല്ലോ, കൺസൈൻമെന്റ് അക്കൗണ്ട് എത്ര രൂപ? 3,250. ബ്രാക്കറ്റ് കമ്മീഷൻ എഴുതി, ഇവിടെ എക്സ്പെൻസിന് എഴുതി. കണ്ടോ. ഇനി വേറെ സ്വരൂപം ഉണ്ടോ? 7-മത്തിനകത്തില്ല, 8-മത്തിനകത്തില്ല, 9-മത്തില്ല, 10-ലില്ല, 11-ലില്ല. അപ്പോൾ അത്ര ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം അല്ലേ. ബാലൻസ് ചെയ്യുമ്പം ഏത് സൈഡാണ് കൂടുതൽ? ഈ സൈഡാണ് കൂടുതൽ. എത്ര വരും? 65,600. അപ്പോൾ നമ്മൾ 65,600 രണ്ട് സൈഡ് ഒരുപോലെ എഴുതി. ഡിഫറൻസ് എവിടെ വരും? ഇവിടെ വരും അല്ലേ. അതായത് ഇവിടെ കൂട്ടിയിട്ട് ഇതുമായിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്രയും? 21,020 വരും. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാം? ബൈ ബാലൻസ് CDന് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ. ഇവിടെ ബ്രോട്ട് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെട്ടിക്കളാം കേട്ടോ. ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 അക്കൗണ്ടാണ് പ്രധാനമായിട്ട് വരയ്ക്കണം. എന്തൊക്കെയാണ്? ഒന്ന് കൺസൈൻഡ് അക്കൗണ്ട് വരയ്ക്കണം, പിന്നെ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻഡ് അക്കൗണ്ട് വരയ്ക്കണം, പിന്നെ എന്ത് വരയ്ക്കണം? സ്വരൂപ്സ് അക്കൗണ്ട് വരയ്ക്കണം. ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? 3 അക്കൗണ്ട് കൂടെ എക്സ്ട്രാ വരയ്ക്കാം അല്ലേ. അടുത്ത അക്കൗണ്ട് ഏതാണ്? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ആണ് അല്ലേ.
അപ്പൊ നിങ്ങൾ നോക്കിയേ തയ്യാറാക്കി എൻട്രിക്കകത്ത് കൺസൈൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കിയേ താണ്ടേ 7ാമത്തെ കിടപ്പുണ്ട് കണ്ടോ അത് മാത്രമേ ഉള്ളൂ കൺസൈൻഡ് സ്റ്റോക്ക് എന്തിരിക്കുകയാണ് ഡെബിറ്റ് ചെയ്യുകയോ അപ്പൊ കറസ്പോണ്ടിങ് ആരാണ് കൺസൈൻഡ് അല്ലേ അപ്പൊ ഇവനെന്ത് ചെയ്യണം ഇവന്റെ അക്കൗണ്ട് ഡെബിറ്റ്സിലേക്ക് കൊണ്ടണം എത്ര രൂപ 16,000 ആ 16,000 ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഓക്കെ പിന്നെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല കണ്ടോ അപ്പൊ ഡിഫറൻസ് വരുന്നത് എവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും അല്ലേ അപ്പൊ ഈ 16,000 ഇവിടെ ഉണ്ട് ഇവിടെ 0 ആയിരിക്കും അല്ലേ അപ്പൊ 16 0 കുറയ്ക്കുമ്പോഴത്തേനും 17 ആ 16,000 എന്തെന്ന് പറയണം ബൈ ബാലൻസ് ഷീറ്റ് പറഞ്ഞ് എഴുതണം കണ്ടല്ലോ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അത്രേ ഉള്ളൂ ഇനി അടുത്ത ഏതാണ് കൺസൈൻഡ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അല്ലേ അത് ഏത് മാത്രമേ ഉള്ളൂ അതാണ്ട് ഇത് മാത്രമേ ഉള്ളൂ കണ്ടോ എത്ര രൂപ 4,000 രൂപ അപ്പൊ എൻട്രി പറഞ്ഞേ കൺസൈൻഡ് അക്കൗണ്ട് ഡെബിറ്റ് കൺസൈൻഡ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അപ്പൊ ഇവന്റെ അക്കൗണ്ട് നമ്മൾ ചെയ്യണം ഇവനെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരണം അല്ലേ അപ്പൊ നമ്മൾ ക്രെഡിറ്റിൽ കൊണ്ടുവന്നു അതാണ്ട് ബൈ കൺസൈൻഡ് അക്കൗണ്ട് എത്ര രൂപ 4,000 രൂപ അപ്പൊ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കണ്ടോ അപ്പൊ ഈ സൈഡാണ് കുറവുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാലൻസ് ചെയ്യുമ്പോൾ ബൈ ബാലൻസ് ടു ബാലൻസ് ഷീറ്റിൽ പറഞ്ഞ് 4,000 കാണിക്കാം കണ്ടല്ലോ ഓക്കെ ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ് ബിൽസ് റിസീവ് അക്കൗണ്ട് ഇതേപോലെ തന്നെ ബിൽസ് റിസീവ് എവിടെ മാത്രമേ ഉള്ളൂ 4ാമത്തിനകത്ത് മാത്രമേ ഉള്ളൂ കണ്ടോ അവനെന്തിരിക്കുകയാണ് ഡെബിറ്റ് ഇരിക്കുകയാണ് അല്ലേ അപ്പൊ സ്വരൂപം എന്ത് ചെയ്യണം ഇവന്റെ സൈഡിലേക്ക് കൊണ്ടുവരണം എത്ര രൂപ 40,000 അപ്പൊ നമ്മള് ടു സ്വരൂപം എന്ന് പറഞ്ഞ് 40,000 കാണിച്ചു വേറെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ ഇല്ല അപ്പൊ ഡിഫറൻസ് ഇവിടെ എന്തായിരിക്കും ബൈ ബാങ്ക് എന്ന് പറഞ്ഞു ഡിഫറൻസ് എന്താണ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം എത്ര രൂപ തന്നെയാണ് 40,000 ഇത്ര ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഒരു പാടില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതാണ് ഈ 20,000 എമൗണ്ടും 16,000 എമൗണ്ടും 4,000 എമൗണ്ടും ഈ 3 ഐറ്റമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ബാക്കി നമ്മുടെ പഴയ പോലെ തന്നെ അതേപോലെ ബിൽസ് റിസീവ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം ഡിഫറൻസ് വരുമ്പോൾ ബാങ്ക് എന്ന് പറയണം ഓക്കെ അല്ലേ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡിഫറൻസ് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവിനും കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ടിനും കൺസൈൻഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡിഫറൻസ് എന്താണ് ബാലൻസ് സീഡ് ചെയ്യാണ് കൺസൈൻഡ് അക്കൗണ്ട് ഡിഫറൻസ് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഓക്കെ ഇത്ര വളരെ സിമ്പിൾ ആണ് ഒരു പാടുമില്ല ഓക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാം